വിവാദങ്ങളുടെ ആഴക്കയത്തിൽ അകപ്പെട്ടിരിക്കുകയാണ് വയനാട്ടെ കോൺഗ്രസ്. കരാറില്ലെന്ന വാദം പൊളിഞ്ഞതോടെ എൻ.എം. വിജയന്റെ കുടുംബം കോൺഗ്രസിനെതിരെ രൂക്ഷ പ്രതികരണവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. CPIM ഉണ്ടാക്കുന്ന പുകമറയിൽ വിശ്വസിക്കരുത് എന്ന് ടി സിദ്ദിഖ് പ്രതികരിച്ചു. കോൺഗ്രസ് മരണത്തിന്റെ വ്യാപാരികളാണെന്ന് CPIM ആരോപിച്ചു. വിശദമായ റിപ്പോർട്ടിലേക്ക്. ആത്മഹത്യ ചെയ്ത N.M. വിജയന്റെ മകളും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും തമ്മിലുള്ള സംഭാഷണത്തിന്റെ ശബ്ദരേഖ ന്യൂസ് മലയാളം പുറത്തുവിട്ടതോടെ KPCC നേതൃത്വം തന്നെ വെട്ടിലായി. ഇന്നലെ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് ഇല്ലെന്നും കൽപ്പറ്റ MLA ടി സിദ്ദിഖ് ഉണ്ടെന്നും പറഞ്ഞ കരാർ യഥാർത്ഥമാണെന്ന് തെളിഞ്ഞു. നിയമനം വാഗ്ദാനം ചെയ്ത് ഉദ്യോഗാർത്ഥികളിൽ നിന്ന് പിരിച്ച ലക്ഷങ്ങൾ തിരികെ കൊടുക്കേണ്ടി വന്നതോടെയാണ് N.M. വിജയൻ കടബാധ്യതയിലായി ജീവനൊടുക്കിയത് എന്നാണ് കുടുംബത്തിന്റെ പരാതി. ഈ ബാധ്യത പാർട്ടി ഏറ്റെടുക്കുന്നതിനാണ് കരാർ ഒപ്പിട്ടത്. ജീവനോപാധി ഉറപ്പാക്കുമെന്നും കടം തീർക്കുമെന്നും ഭൂപണയ വായ്പ അടയ്ക്കുമെന്നുമായിരുന്നു കരാറിലുണ്ടായിരുന്നത്. ഈ കരാർ രേഖ ടി സിദ്ദിഖ് തന്നെ വാങ്ങിക്കൊണ്ടുപോയി മുക്കിയെന്നാണ് പത്മജയുടെ ആരോപണം. തിരുവഞ്ചൂരുമായുള്ള സംഭാഷണത്തിലൂടെ തെളിഞ്ഞതും വയനാട് DCC നടത്തിയ ഒളിച്ചുകളിയാണ്. പത്മജ എന്നെ വന്ന് കണ്ടിരുന്നു. അവർ എൻ്റെ അടുത്ത് സംസാരിച്ചു. അവരുടേതായ ദുഃഖവും പ്രയാസങ്ങളും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പരിഹരിക്കാൻ കഴിയത്തക്ക രൂപത്തിൽ പാർട്ടി ഇന്നും ചില നടപടികൾ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. കോൺഗ്രസിലെ ഒരു നേതാക്കളെയും വിശ്വസിക്കാൻ കൊള്ളില്ലെന്ന് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച പത്മജ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. കരാറിന്റെ കാര്യത്തിൽ KPCC പ്രസിഡന്റിന്റെയും ടി സിദ്ദിഖിന്റെയും പരസ്പര വിരുദ്ധ പ്രസ്താവനകളിൽ വ്യക്തത വരുത്തണമെന്നും പത്മജ ആവശ്യപ്പെട്ടു. സണ്ണി ജോസഫ് അല്ലേ പറഞ്ഞത് അങ്ങനെ ഒരു കരാറേ ഉണ്ടാക്കിയിട്ടില്ലാന്ന്. അപ്പൊ സിദ്ദിഖ് പറയുന്നുണ്ടല്ലോ കരാർ ഉണ്ടാക്കി. ആദ്യം അവര് തന്നെ അവരുടെ കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തട്ടെ. നേതാക്കൾ ആരും ഫോൺ പോലും എടുക്കുന്നില്ലെന്ന് വിജയന്റെ മകൻ വിജേഷ് ആരോപിച്ചു. കാലം നീണ്ടു വന്നതനുസരിച്ച് നമുക്കുള്ള ഇത് കുറഞ്ഞുകൊണ്ടും പോവാണ്. പിന്നെ ഇപ്പൊ ആദ്യം വിളിച്ചാൽ ഫോൺ എടുക്കുന്നവർ ഇപ്പൊ വിളിച്ചാൽ ഫോൺ പോലും എടുക്കാണ്ടായി. അതാണ് അതിന്റെ ഒരു അവസ്ഥയുള്ളത്. ഇതിനിടെ കോൺഗ്രസ് നേതാവും മുള്ളൻകൊല്ലി പഞ്ചായത്ത് അംഗവുമായ ജോസ് നെല്ലേടത്തിന്റെ ആത്മഹത്യയിൽ നിയമ പോരാട്ടത്തിന് ഒരുങ്ങുകയാണ് കുടുംബം. എന്നാൽ പരസ്യ പ്രതികരണത്തിന് ഇവർ തയ്യാറായില്ല. കൂടുതൽ വിവാദമുണ്ടാക്കി മറ്റു കുടുംബങ്ങളെ കൂടി ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്നില്ല എന്ന് ജോസിന്റെ ബന്ധുക്കൾ പറഞ്ഞു. എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് മുള്ളംകൊല്ലിയിൽ നേതൃമാറ്റത്തിന് സാധ്യതയുണ്ട്. പ്രശ്നങ്ങൾ പഠിക്കാൻ KPCC കമ്മിറ്റിയെ നിയോഗിക്കണമെന്ന് വയനാട് DCCയും ആവശ്യപ്പെട്ടു. കോൺഗ്രസ് മരണത്തിന്റെ വ്യാപാരികളാകുന്നുവെന്ന് CPIM വയനാട് ജില്ലാ സെക്രട്ടറി K. റഫീഖ് ആരോപിച്ചു. കോൺഗ്രസിന്റെ പ്രവർത്തകർ നേതാക്കന്മാർ നടത്തുന്ന കൊള്ളരുതായ്മയോ ചോദ്യം ചെയ്യുമ്പോൾ അവരെ ജയിലിലടച്ചില്ലാതാക്കുക, തങ്ങൾക്കൊപ്പം നിൽക്കാത്തവരെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന രൂപത്തിൽ എല്ലാം അവരുടെ തലയിൽ കെട്ടിവെക്കുക, ഇതാ കോൺഗ്രസ് ചെയ്യുന്നത്. വയനാട് DCCയിലെ പ്രശ്നങ്ങൾ സംസ്ഥാനമെങ്ങും കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കുന്ന സങ്കീർണ സാഹചര്യമാണുള്ളത്. ഇതിൽ നിന്ന് കരകയറാനുള്ള അടിയന്തര നടപടികൾക്കായി തല പുകയ്ക്കുകയാണ് KPCC. ന്യൂസ് മലയാളം, വയനാട്.